ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് മൂവി സജഷൻസ് ആണ്. ആൻഡ് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ഫേവറേറ്റ് ജോണർ ആയിട്ടുള്ള ത്രില്ലേഴ്സിലേക്ക് തിരിച്ചു പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഒരു കാലത്ത് വെറും കത്തിപ്പടങ്ങൾ എന്ന് ബ്രാൻഡ് ചെയ്തിരുന്ന തെലുഗു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും കത്തി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ തന്നെ മാറ്റിമറിക്കുന്ന ഫിലിംസ് വന്നുകൊണ്ടിരിക്കുമല്ലേ. സോ കുറച്ച് തെലുഗു ത്രില്ലർ മൂവീസ് തന്നെ ഇന്ന് നോക്കിയേക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ 10 തെലുഗു ത്രില്ലർ ഫിലിംസ് ആണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തേക്കുന്നത്. ഈ അടുത്തായി റിലീസ് ചെയ്ത ലക്കി ഭാസ്കർ, സെറിപ്പോദ ശനിവാരം എന്നീ സിനിമകൾ ഇവിടെയുള്ള ഓഡിയൻസ് അടക്കം നല്ലപോലെ തന്നെ ഏറ്റെടുത്തിരുന്നല്ലോ. സോ വാച്ചബിലിറ്റിയുടെ കാര്യത്തിൽ ആ ഒരു ശ്രേണിയിലൊക്കെ പെടുത്താൻ സാധിക്കുന്ന സ്റ്റാൻഡേർഡ് ഉള്ളവെന്ന് തോന്നിയ സിനിമകളാണ് ഇനി നോക്കുന്നവയെല്ലാം. ചിത്രങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള OTT പ്ലാറ്റ്ഫോംസ് കൂടെ പറയാം. കണ്ടു കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് കൂടി ഷെയർ ചെയ്യണം. നമുക്കപ്പോൾ 10th ഫിലിം മുതൽ നോക്കി തുടങ്ങാം. ഒരു ജയിൽ ചാട്ടത്തിന്റെ നിഗൂഢതകളിൽ നിന്നാണ് ചിത്രം തുടങ്ങുന്നത്. 299 നമ്പർ തടവുകാരനായ മിഗൽ തന്റെ സെല്ലിൽ നിന്നും യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷനായിരിക്കുന്നു. തുടർന്ന് ഇത് സോൾവ് ചെയ്യാനായി ഡിറ്റക്ടീവ്സ് ആയ ചൈതന്യയും മാധവും എത്തുന്നു. അവർക്ക് അന്വേഷണം തുടങ്ങാനായി ആകെയുള്ള സൂചനകൾ മിഗലിന്റെ ഡയറിയും പിന്നെ സഹതടവുകാരനായ ഗണേഷ് നൽകുന്ന ചില വിവരണങ്ങളും മാത്രമാണ്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ 2 ഡിറ്റക്ടീവ്സും കണ്ടെത്തുന്ന വിശദാംശങ്ങൾ അപ്രതീക്ഷിതവും അതിശയിപ്പിക്കുന്നതുമാണ്. യഥാർത്ഥത്തിൽ ആരാണ് മിഗൽ? ഒരു തുമ്പും ബാക്കി വെക്കാതെ അയാൾക്ക് ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞത് എങ്ങനെ? അയാളുടെ തിരോധാനത്തിന് പിന്നിൽ മറ്റ് വ്യക്തികളോ രഹസ്യങ്ങളോ ഉണ്ടോ? ഡിറ്റക്ടീവ്സിന് അയാളെ കണ്ടെത്താൻ കഴിയുമോ എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കാൻ കാണേണ്ട ചിത്രമാണ് 2024 ആരംഭം എന്ന സൈഫൈ ത്രില്ലർ ഡ്രാമ. ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയറിലായി തുടങ്ങി രസകരമായ സൈഫൈ എലിമെന്റ്സ് കൂടെ ബ്ലെൻഡ് ചെയ്തെത്തിയ ആരംഭം പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ടിപ്പിക്കൽ തെലുഗു സിനിമ എന്നൊരു പ്രജഡിസ് ഒരു പരിധിവരെ നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ പാകത്തിന് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രൈം വീഡിയോയിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി 9th ഫിലിം നോക്കാം. ഒരു NRI ആയ റാം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും മാതാപിതാക്കളുടെ മരണശേഷം തന്റെ കുടുംബ വീട് വിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ വീട്ടിൽ പ്രേതബാധയുണ്ടെന്ന് നാട്ടിലൊരു സംസാരമുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന വില കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ അന്യായമായ കുറഞ്ഞൊരു വില മേടിച്ചുകൊണ്ട് തൃപ്തിപ്പെടാൻ റാം തയ്യാറല്ല. അങ്ങനെ ഇരിക്കെ അയാൾക്ക് ഇതിനൊരു പോംവഴി ഒത്തുവരുന്നു. കാശിന് ആവശ്യമുള്ള 4 വ്യക്തികളെ കണ്ടെത്തി അവരെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് 4 ദിവസം താമസിപ്പിച്ച് വീടിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് സ്ഥാപിക്കുക. ഈ വരുന്ന 4 വ്യക്തികളും അവരുടേതായ ചില പ്രത്യേകതകളോ പരിമിതികളോ ഒക്കെ ഉള്ളവരാണ്. അവർ ആ വീടിനുള്ളിൽ എത്തുന്നു. സത്യത്തിൽ അവിടെ പ്രേതബാധയുള്ള ഒരു സ്ഥലമാണോ? ശരിക്കുള്ള അവിടുത്തെ അവസ്ഥ എന്താണ്? ആ അവസ്ഥകളെ ഈ എത്തുന്ന സംഘം എങ്ങനെ നേരിടുന്നു എന്ന രസകരമായ കാഴ്ചകളാണ് അനന്തോ ബ്രഹ്മ എന്ന 2017 ഹൊറർ കോമഡി ത്രില്ലറിന്റേത്. ക്ലീഷേകളിൽ നിന്ന് മാറിയുള്ള അവതരണം കൊണ്ടും കാസ്റ്റിംഗ് ഗംഭീര പെർഫോമൻസ് കൊണ്ടും ആദ്യ അവസാനമുള്ള മികച്ച ഹ്യൂമർ മൊമെന്റ്സ് കൊണ്ടും ഒട്ടും മടുപ്പില്ലാതെ കണ്ടിരിക്കാവുന്ന ചിത്രമാണ്. C5 ആണ് OTT പ്ലാറ്റ്ഫോം. നമുക്കിനി 8th ഫിലിമിലേക്ക് പോകാം. ഒരു DJ എന്ന് അവകാശപ്പെടുകയും എന്നാൽ വീട്ടുകാരുടെ പണം കൊണ്ട് ലാവിഷായും സ്റ്റൈലിഷായും ഒക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ബാൽ ഗംഗാധർ തിലക് എന്ന യുവാവ്. അദ്ദേഹം സ്വയം വിളിക്കുന്നത് ടിലു എന്നാണ്. പുള്ളി ഒരിക്കലും ഒരു ക്ലബ്ബിൽ വെച്ച് കണ്ടിഷ്ടപ്പെടുന്ന രാധികയുമായി പെട്ടെന്ന് തന്നെ അടുപ്പത്തിലാകുന്നു. എന്നാൽ രാധികയ്ക്ക് സത്യത്തിൽ ഒരു ബോയ്ഫ്രണ്ട് ഉണ്ടെന്ന് ടിലുവിന് അറിയുമായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് രാധികയ്ക്ക് ഒരു ക്രൈം നടത്തേണ്ടി വരികയും അതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ടിലുവിനെയും അവളെയും ഒരു ദൃക്സാക്ഷി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. കൂടുതൽ വ്യക്തികളും മറ്റ് ട്രാൻസാക്ഷൻസും ഒക്കെ ആയിട്ട് കൂടെ ബന്ധമുള്ള ഈ കുറ്റകൃത്യങ്ങൾ സൃഷ്ടിക്കുന്ന ഗുലുമാലുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ടിലുവിന്റെ ശ്രമങ്ങളാണ് 2022 എത്തിയ DJ ടിലു എന്ന റൊമാൻറ്റിക് ക്രൈം കോമഡി ത്രില്ലറിന്റെ ബാക്കി കാഴ്ചകൾ. ലോജിക്കൽ അല്പം മാറ്റിവെച്ച് കാണാമെങ്കിൽ എന്റർടൈനിങ് ആയ ക്രൈം കോമഡി സിനിമകളിൽ മികച്ചൊരു എക്സാമ്പിൾ ആയി തന്നെ പറയാവുന്ന ചിത്രത്തിൽ ലീഡ് റോളിലെത്തുന്ന സിദ്ധു എന്ന ആക്ടറിന്റെ പെർഫോമൻസ് തന്നെയാണ് ഹൈലൈറ്റ്. സോണി ലെവലാണ് ഈ ചിത്രം കാണാൻ കഴിയുക. കൂടാതെ ചിത്രം ഇഷ്ടമായാൽ ഇത്ര തന്നെ രസകരമായി ഇതിന്റെ സീക്വലായി 2024 എത്തിയ ടിലു സ്ക്വയർ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. നമുക്കിനി 7th ഫിലിം നോക്കാം. 70കളിൽ ബംഗ്ലാദേശിൽ, അതായത് അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാനിൽ യുദ്ധം ചെയ്യുന്ന പാകിസ്ഥാൻ സൈനികരെ സഹായിക്കാൻ പാകിസ്ഥാൻ സൈന്യം ഗാസി എന്നൊരു പ്രത്യേകതരം സബ്മറീനെ അയക്കുന്ന സാഹചര്യമാണ് സിനിമയുടെ പശ്ചാത്തലം. ഇന്ത്യയുടെ കൺട്രോളിലുള്ള കടൽ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുകയും ഇന്ത്യൻ യുദ്ധക്കപ്പലായ INS വിക്രാന്തിനെ നശിപ്പിക്കുകയും ചെയ്യുകയാണ് ഗാസിയുടെ ലക്ഷ്യം. എന്നാൽ നിർണായകമായ ചില ഇന്റലിജൻസ് റിപ്പോർട്ട്സിലൂടെ ഇന്ത്യൻ അതോറിറ്റീസ് ഈ വിവരം അറിയുന്നു. മാരകമായ ഗാസിയെ നേരിടാൻ ഇന്ത്യൻ നേവി S-21 സബ്മറീനെ വിന്യസിക്കുന്നു. S-21 ടീം മെമ്പേഴ്സ് ദിവസങ്ങളോളം വെള്ളത്തിനടിയിൽ തങ്ങി അപകടകരമായ ഈ മിഷനിലൂടെ ഗാസിയെ എങ്ങനെ നേരിടും എന്നതാണ് 2017 എത്തിയ ഗാസി എന്ന വാർ ആക്ഷൻ ത്രില്ലർ ചിത്രം കാണിച്ചു തരുന്നത്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ വാർ ഫിലിം എന്ന രീതിയിൽ വലിയ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച ചിത്രം കൺവെൻഷണൽ സിനിമാറ്റിക് ക്ലീഷേസിന് വഴങ്ങാതെ തന്നെ ശക്തമായ ഒരു സ്റ്റോറി ലൈനും നല്ല മേക്കിങ്ങും മികച്ച പെർഫോമൻസും ഒക്കെയായി ആവേശത്തോടെ കണ്ടിരിക്കേണ്ട ഒരു ചിത്രമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ദ ഗാസി അറ്റാക്ക് എന്ന പേരിൽ ഹിന്ദിയിൽ ഡബ് ചെയ്തും റിലീസ് ചെയ്തിട്ടുണ്ട്. 2 വേർഷൻസും നെറ്റ്ഫ്ലിക്സിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇനി 6th ഫിലിം. നാഷണൽ സെക്യൂരിറ്റി ഫോഴ്സിൽ ജോലി നോക്കുന്ന തന്റെ അച്ഛൻ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ അറ്റാക്കിൽ കൊല്ലപ്പെടുന്നതോടെ അദ്ദേഹത്തെ ഒരു ഇൻസ്പിറേഷനായി കണ്ടിരുന്ന മകൻ അർജുൻ ഒത്തിരി പരിശ്രമങ്ങൾക്ക് ശേഷം ഏജൻസിയിൽ ചേരുന്നു. പരിശീലനം പൂർത്തിയാക്കുന്ന അർജുനെ തേടി ഒരു ദൗത്യം എത്തുന്നു. എന്നാൽ അതിനായുള്ള വർക്കുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അർജുൻ തന്റെ ഏജൻസി മേധാവികളുടെ കൊലപാതകത്തിൽ പ്രതിയായി ഫ്രെയിം ചെയ്യപ്പെടുന്നു.
തന്റെ യഥാർത്ഥ ദൗത്യം താൻ കരുതിയതിലും വലുതാണെന്നും അതിന് പേഴ്സണലായ ചില കണക്ഷൻസ് കൂടെ ഉണ്ടെന്നും അവൻ മനസ്സിലാക്കുന്നു. എന്താണ് ആ കണക്ഷൻ എന്നും അർജുൻ ഈ കോംപ്ലിക്കേഷൻസിൽ നിന്നും പുറത്തു കടക്കാനും മിഷൻ പൂർത്തിയാക്കാനും എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നുമുള്ള കഥകൾ പറയുന്ന ചിത്രമാണ് 2018 പുറത്തിറങ്ങിയ ഗൂഢചാരി എന്ന സ്പൈ ആക്ഷൻ ത്രില്ലർ. നായകനായി തകർപ്പൻ പ്രകടനം നടത്തിയിരിക്കുന്ന അതിവിശേഷിന്റേത് തന്നെയാണ് ചിത്രത്തിന്റെ കഥയും. പിടിച്ചിരുത്തുന്ന തരം ട്വിസ്റ്റുകളോടെ എത്തിയ ഗൂഢചാരി ഗ്ലോബൽ നിലവാരത്തിലുള്ള സ്പൈ ത്രില്ലേഴ്സ് തെലുഗു സിനിമ ഇൻഡസ്ട്രിക്കും ഒരുക്കാൻ സാധിക്കും എന്ന് കാണിച്ചു തരുന്ന മികച്ചൊരു ചിത്രമാണ്. പ്രൈം വീഡിയോ ആണ് OTT പ്ലാറ്റ്ഫോം. അടുത്തത് 5ാമത്തെ സിനിമ. ഒന്നിച്ചൊരു കോളേജിൽ പഠിക്കുകയും 3 തവണ ഇന്റർമീഡിയറ്റ് എക്സാംസ് ഒക്കെ എഴുതി ഫെയിലായി സമയം പാഴാക്കി നടക്കുകയും ചെയ്യുന്ന 3 സുഹൃത്തുക്കളാണ് വിശാൽ, റോക്കി, റാംബോ എന്നിവർ. അങ്ങനെയിരിക്കെ മിത്ര എന്നൊരു പെൺകുട്ടി ആ കോളേജിൽ ചേരുകയും ഈ 3 സംഘവുമായി അടുപ്പത്തിലാവുകയും ചെയ്യുന്നു. മിത്രയ്ക്കാകട്ടെ അവളുടെ അച്ഛനുമായി ചില ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. വീട് വിട്ടിറങ്ങാൻ ആഗ്രഹിക്കുന്ന അവൾ ഈ 3 സുഹൃത്തുക്കളുടെ സഹായം തേടുന്നു. അവർ വളരെ ക്രേസിയായ ഒരു പ്ലാൻ തയ്യാറാക്കുകയും അത് നന്നായി തന്നെ നടപ്പിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ അവർക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ, അതിൽ നിന്നും എങ്ങനെ അവർ കരകയറും എന്നൊക്കെയുള്ളതാണ് 2019 ബ്രോച്ചെ വരെ വരൂര എന്ന ക്രൈം കോമഡി ത്രില്ലർ പിന്നീട് നമ്മൾ കാണുന്നത്. ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന കോമഡി മൊമെന്റ്സ് ആണ്. അവ കൈകാര്യം ചെയ്യുന്ന കാസ്റ്റിന്റെ ടൈമിങ്ങും അവർ തമ്മിലുള്ള കെമിസ്ട്രിയും നമുക്കത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ സഹായമാവുന്നുണ്ട്. ഒരേ സമയം ചിരിപ്പിച്ചും ത്രില്ലടിപ്പിച്ചും നമ്മളെ പിടിച്ചിരുന്ന ഈ ചിത്രം നിലവിൽ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് 4th മൂവി നോക്കാം. ഒരു ബാങ്ക് ജീവനക്കാരനായ യുവാവാണ് സൂര്യ. സഹപ്രവർത്തകയായ സ്വാതിയുമായി അയാൾ പ്രണയത്തിലാണ്. പക്ഷേ തന്റെ പ്രണയം വീട്ടിൽ അവതരിപ്പിക്കാനുള്ള ധൈര്യം അവനില്ല. ഒരു ദിവസം സ്വാതി അപ്രതീക്ഷിതമായി ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്നു. സ്വാതിയെ രക്ഷിക്കാനുള്ള ശ്രമം പക്ഷെ ആദിയെ കൂടുതൽ വലിയൊരു കുഴപ്പത്തിലേക്ക് എത്തിക്കുന്നു. അതിൽ നിന്നും പുറത്തു കടക്കണമെങ്കിൽ അയാൾക്ക് അടുത്ത 4 ദിവസത്തിനുള്ളിൽ 5 കോടി രൂപ ഉണ്ടാക്കണം. വെറുമൊരു ബാങ്ക് എംപ്ലോയി ആയ സൂര്യയ്ക്ക് ഇത്രയും വലിയ തുക ഉണ്ടാക്കാൻ കഴിയുമോ? അതിനായാൽ എന്ത് വഴി തേടണം? അല്ലെങ്കിൽ ആ തുക റൈസ് ചെയ്യാതെ തന്നെ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ഇതാണ് 2024 പുറത്തിറങ്ങിയ സീബ്ര എന്ന ആക്ഷൻ ത്രില്ലർ സിനിമയുടെ പശ്ചാത്തലം. ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന മികവും ചടുലതയും പിന്നെ അധികം വൈകിക്കാതെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതും അത് ഭംഗിയായി എക്സിക്യൂട്ട് ചെയ്യുന്നതും പിന്നെ പ്രധാനമായും മെയിൻ റോൾസിൽ എത്തുന്ന കാസ്റ്റിന്റെ പെർഫോമൻസും ഒക്കെ ചേർന്ന് വളരെ ഇംപ്രസീവ് ആയ ഈ ചിത്രം തമിഴ്, തെലുഗു സിനിമകൾ കൂടുതലായി എത്തുന്ന ആഹ എന്ന OTT പ്ലാറ്റ്ഫോമിൽ കാണാൻ കഴിയും. നമുക്കപ്പോൾ 3rd ഫിലിമിലേക്ക് പോകാം. ഒരു ഡെലിവറി ബോയ് ആയ ബാബു തന്റെ തുച്ഛമായ സാലറിയും എന്നാൽ അതിനുവേണ്ടി ചെയ്യേണ്ടി വരുന്ന ജോലിയുടെ അളവും കാരണം മടുത്തിരിക്കുകയാണ്. കൂടാതെ പകൽ സമയം പോലും വളരെയധികം നേരം ബോധം കെട്ട് ഉറങ്ങിപ്പോകുന്ന ഒരു തരം ഡിസോർഡറും അയാൾ നേരിടുന്നുണ്ട്. ഒരു ശമ്പള ദിവസം ഉണ്ടാകുന്ന കഠിനമായ നിരാശ കാരണം അയാൾ ജോലി ഉപേക്ഷിച്ച് തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നു. എന്നാൽ അവന്റെ സുഹൃത്ത് യേശുദാസ് അവനെ ഒരു ദിവസം കൂടെ ജോലിയിൽ തുടരാൻ പ്രേരിപ്പിക്കുകയും നിയമപരമല്ലാത്ത രീതിയിൽ ഇതേ ജോലിയിലൂടെ തന്നെ കൂടുതൽ പണം സമ്പാദിക്കാനുള്ള വഴികൾ പഠിപ്പിക്കാനും ശ്രമിക്കുന്നു. യേശുവിൽ നിന്ന് ലഭിച്ച പരിശീലനത്തിൽ നിന്നും കുറച്ച് പോയിന്റുകൾ ബാബു അടുത്ത ദിവസം ജോലിക്കിടെ പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ ബാബുവും കാഴ്ചക്കാരായ നമ്മളും ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത തരം സംഭവങ്ങളാണ് 2019 റിലീസ് ചെയ്ത മധു വട്ട്ലാര എന്ന ക്രൈം കോമഡി ത്രില്ലറിൽ പിന്നീട് അരങ്ങേറുന്നത്. കൂടുതലായി എന്തെങ്കിലും പറഞ്ഞാൽ പോലും കാണുമ്പോഴുള്ള രസം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ബ്രില്യൻ നരേഷനും കോമഡിയുടെയും സസ്പെൻസിന്റെയും കൃത്യമായ ബ്ലെൻഡിങ്ങും ഒക്കെയായി ഒരു പുതുമുഖ സംവിധായകന്റെ സിനിമയാണെന്ന് തോന്നാത്ത തരത്തിൽ ഡയറക്ടർ റിതേഷ് റാണ ഒരുക്കിയിട്ടുള്ള ഈ സിനിമ പ്രൈം വീഡിയോയിൽ ലഭ്യമാണ്. ഇതിനൊരു സീക്വലായി 2024 ഇറങ്ങിയ മധു വട്ട്ലാര 2 നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ചിത്രം കണ്ടിട്ടില്ല, പക്ഷെ ഫസ്റ്റ് പാർട്ടിന്റെ പേര് കളഞ്ഞിട്ടില്ല എന്നാണ് റിവ്യൂസിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇനി സെക്കൻഡ് ഫിലിം നോക്കാം. പോലീസ് ഉദ്യോഗസ്ഥനായ അശോകിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിരിക്കുന്ന സമീറ എന്ന സ്ത്രീയെ അവതരിപ്പിച്ചുകൊണ്ടാണ് ചിത്രം ആരംഭിക്കുന്നത്. സമീറയ്ക്ക് അവളുടെ ഭർത്താവിൽ നിന്നും ആവശ്യത്തിനുള്ള സഹായം ലഭിക്കുന്നില്ല. സോ അവൾ ഈ കേസ് സ്വയം കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു. അതിന് സഹായത്തിനായി അഴിമതിക്കാരനായ വിക്രം എന്ന യുവാവായ പോലീസുകാരനെ വലിയ തുക ഓഫർ ചെയ്ത് അവൾ വിലക്കെടുക്കുന്നു. സമീറയ്ക്ക് കേസിൽ രക്ഷപ്പെടാൻ കഴിയുമോ? അതിൽ വിക്രമിന് എന്ത് റോളാണ് പ്ലേ ചെയ്യാനുള്ളത്? സത്യത്തിൽ അശോകിനെ കൊന്നത് സമീറ തന്നെയാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനായി കാണേണ്ട സിനിമയാണ് 2019 റിലീസ് ചെയ്ത എവരു എന്ന ക്രൈം ത്രില്ലർ ഫിലിം. ചിത്രത്തിൽ കൃത്യമായ ഇടവേളകളിൽ അവതരിപ്പിക്കുന്ന ട്വിസ്റ്റുകളാണ് ഏറ്റവും ആകർഷകമായി തോന്നുക. ഉടനീളം സസ്പെൻസ് നിറഞ്ഞു നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് അവയെ സ്ക്രിപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 2016 എത്തുകയും വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടുകയും ഹിന്ദിയിലടക്കം നിരവധി റീമേക്കുകൾക്ക് വഴിവെക്കുകയും ചെയ്ത ഒരു സ്പാനിഷ് മിസ്റ്ററി ത്രില്ലറിന്റെ ഡയറക്ട് റീമേക്ക് അല്ലെങ്കിലും ലൂസ് അഡാപ്റ്റേഷൻ എന്ന് പറയാവുന്ന സിനിമയാണ് എവരു. ഒറിജിനൽ സിനിമയെ അങ്ങനെ തന്നെ പകർത്തി വെക്കുന്നതിന് പകരം ചില വ്യത്യാസങ്ങൾ വരുത്തി കുറച്ചെങ്കിലും വേറിട്ടൊരു എക്സ്പീരിയൻസ് തരുന്നു എന്നതുകൊണ്ട് ആ ചിത്രം കണ്ടിട്ടുള്ളവർക്കും ഒന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഒറിജിനൽ ചിത്രം ഏതെന്ന് ഇപ്പോൾ പറയുന്നില്ല, പക്ഷേ 5 സ്പാനിഷ് ക്രൈം ത്രില്ലേഴ്സിനെ പറ്റിയുള്ള വീഡിയോയിൽ ഈ ചിത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ താഴെ വന്ന ഒരു കമന്റ് കണ്ടാണ് ഞങ്ങളും എവരു കാണുന്നത്. അതിന് ആ സുഹൃത്തിനോട് ഒരു ബിഗ് താങ്ക്സ് അറിയിക്കുന്നു. 2 സിനിമയും കണ്ടിട്ടുള്ളവർ ഏത് സിനിമയാണെന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ അല്ലെ. എവരു നിലവിൽ പ്രൈം വീഡിയോയിലാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഇന്നത്തെ 1ാമത്തെ സിനിമ കൂടെ നോക്കിയാലോ. US-ൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറാണ് ഋഷി. ഒരു ദിവസം അയാൾക്ക് തന്റെ എക്സ് ഗേൾഫ്രണ്ടായ ശ്വേതയിൽ നിന്നും ഒരു കോൾ വരുന്നു. അയാൾ ഉടനെ ഇന്ത്യയിലേക്ക് വരണമെന്ന് അവൾ അപേക്ഷിക്കുന്നു.
ഇവിടെ എത്തുന്ന ഋഷിയോട് തന്റെ മകൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടതായി ശ്വേത അറിയിക്കുന്നു. ഏതൊരു സാധാരണക്കാരനെയും പോലെ ഋഷി പോലീസിനെ സമീപിക്കുന്നു. പക്ഷെ പോലീസ് ഈ കേസിൽ കാണിക്കുന്ന നിസ്സംഗത അയാളെ അമ്പരപ്പിക്കുന്നു. തുടർന്ന് സ്വന്തം നിലയ്ക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ അയാൾ ഇറങ്ങിത്തിരിക്കുന്നു. പക്ഷെ വൈകാതെ തന്നെ ഇത് നിസ്സാരമായൊരു തട്ടിക്കൊണ്ടുപോകൽ കേസ് മാത്രമല്ലെന്ന് ഋഷി മനസ്സിലാക്കുന്നു. ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ മനസ്സിലാക്കുന്ന അയാൾക്ക് ശ്വേതയുടെ മകളെ കണ്ടെത്താൻ കഴിയുമോ, അതിനായുള്ള ശ്രമത്തിനിടയിൽ അയാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളാണ് 2016 പുറത്തിറങ്ങിയ ക്ഷണം എന്ന മിസ്റ്ററി ത്രില്ലർ ചിത്രത്തിന്റെ കാഴ്ചകൾ. ഡീസന്റ് തെലുഗു ത്രില്ലർ സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായ അതിവിശേഷ് തന്നെയാണ് ക്ഷണത്തിലെ നായകൻ. ആൻഡ് ഒരേ സമയം ഇമോഷണൽ പെർഫോമൻസ് കാഴ്ചവെക്കുകയും സ്ക്രീൻ പ്രസൻസ് നിലനിർത്തുകയും ചെയ്യുന്ന പുള്ളിയുടെ പ്രസൻസ് തന്നെയാണ് സിനിമയുടെ ഏറ്റവും പോസിറ്റീവ് ആസ്പെക്ട്. കൂടാതെ യുണീക്ക് ആയ ഒരു പ്ലോട്ട് ലൈനും അത് കൃത്യമായ വേഗത്തിൽ അവതരിപ്പിക്കാൻ സഹായിക്കുന്ന സ്ക്രീൻ പ്ലേയും നമ്മളെ പരമാവധി എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ പോകുന്ന ട്വിസ്റ്റുകളും ഒക്കെ ചേർത്ത് എന്നാൽ വെറും ഒരു കമേഴ്ഷ്യൽ പ്രോഡക്റ്റ് എന്ന ട്രാപ്പിൽ വീണു പോകാതെ ഒരു സെൻസിബിൾ മൂവിയായി തന്നെ നിൽക്കുന്ന ക്ഷണം ഒരു ഇന്റൻസ് ഫീൽ തരികയും ഇത്തരത്തിൽ കൂടുതൽ തെലുഗു സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതുമായ വർക്കാണ്. സൺനെക്സ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് ചിത്രം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 10 ചിത്രങ്ങളും പതിവ് തെലുഗു സിനിമകൾ എന്ന് നമ്മൾ പറയുന്ന എസ്കേപ്പിസം പ്രോഡക്ട്സിൽ നിന്ന് ഒരല്പം മാറി സഞ്ചരിക്കുകയും എന്നാൽ അതേസമയം ഓഫ് ബീറ്റ് മോഡിലേക്ക് പോകാതെ തന്നെ എന്റർടൈനിങ് ആയ കമേഴ്ഷ്യൽ സിനിമകളായി തന്നെ നിൽക്കുകയും ചെയ്യുന്ന രസകരമായ വർക്കുകളാണ്. തീർച്ചയായും സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കുകയും അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? എത്രയും വേഗം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.